ഹലോ എവ്രി വൺ, നമുക്കിന്ന് കൊടുക്കാനായിട്ടുള്ളത് ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. ഈ കേക്കിൻ്റെ കൂടെ നമുക്കൊരു ഹാമ്പറും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ സർപ്രൈസ് കേക്കൊക്കെ ഓർഡർ വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും കേട്ടോ, കാരണം എനിക്കിതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ തീമായിരുന്നു, ഒരു മെസ്സി തീമായിരുന്നു കേട്ടോ കേക്ക് വരാം. അപ്പോൾ നമ്മൾ അതിൻ്റെ തീമും റെഫറൻസൊക്കെ നോക്കി വെച്ചിട്ട് ആ ഒരു തീമിൽ നമ്മൾ ചെയ്യുവാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹാമ്പറും കൂടെ സെറ്റ് ചെയ്യണം. അതൊരു ചോക്ലേറ്റ് ഹാമ്പർ ആയിരുന്നു. സോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഞാൻ കേക്കൊക്കെ ഡെലിവർ ചെയ്തു, ബർത്ത്ഡേ ബോയുടെ സർപ്രൈസൊക്കെ നേരിട്ട് കണ്ടു. അപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പി ആട്ടോ, കാരണം സർപ്രൈസ് കിട്ടുന്ന ആൾ ഹാപ്പി ആകുമ്പോഴാണല്ലോ നമ്മൾ ഹാപ്പി ആവുക. അപ്പം നമ്മൾ വീട്ടിലെത്തി പിറ്റേ ദിവസം ആയപ്പോഴേക്കും നമുക്കൊരു കോള് വരുവാണ്. നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കേക്കിൻ്റെ റിവ്യൂ പറയാൻ വിളിച്ചതാണ്. അപ്പോൾ അവരുടെ റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആട്ടോ ഡ്രസ് ലെച്ചസ് സോക്ക് ചെയ്യുക, കാരണം ഇത് അവരുടെ കേക്കിൻ്റെ വീഡിയോ തന്നെയാണ്. എന്തോ ഒരു ഭാഗ്യത്തിനാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചത്. അവർ അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളന്ന് ഡെലിവർ ചെയ്തത് ഡ്രസ് ലെച്ചസ് ഫ്ലേവർ അല്ലായിരുന്നു, ജസ്റ്റ് ഒരു വാനില കേക്കായിരുന്നു. കാരണം അന്ന് എനിക്ക് ഒത്തിരി ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ എൻ്റെ മനസ്സ് പെട്ടെന്നൊന്ന് ബ്ലാങ്ക് ആയിപ്പോയി, കാരണം ഇനി ഫ്ലേവർ എന്തെങ്കിലും മാറിപ്പോയോ എന്നുള്ളൊരു തോട്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മാറിപ്പോയിട്ടൊന്നുമില്ല, ഞാൻ കറക്റ്റ് ഡ്രസ് ലെച്ചസ് ഫ്ലേവർ തന്നെയാണ് കേട്ടോ ചെയ്തത്. പക്ഷെ നമുക്ക് ഓരോരുത്തരുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ബഡ്സ് എല്ലാവരുടെയും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ ഫ്ലേവറും ഇഷ്ടപ്പെടണം എന്നില്ല, അത് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഞാൻ എൻ്റെ ഈ ഡ്രസ് ലെച്ചസ് എന്ന് പറഞ്ഞ ഫ്ലേവറിൽ 100% സാറ്റിസ്ഫൈഡ്, അല്ലെന്നുണ്ടെങ്കിൽ 100% എനിക്ക് കോൺഫിഡൻ്റ് ഉള്ളൊരു ഫ്ലേവർ ആട്ടോ, കാരണം അത് നമ്മളുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു ഫ്ലേവറും കൂടെയാണ്. സോ ഞാൻ ഭയങ്കര വറീഡ് ആവാൻ തുടങ്ങി, കാരണം എന്തായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ റീസൺ എന്ന് ഞാൻ ആലോചിച്ചിട്ടോ. അപ്പോഴാണ് കസ്റ്റമർ പറയുന്നത്, നമ്മൾ ഡ്രസ് ലെച്ചസ് ഇതുപോലെയല്ല എക്സ്പെക്റ്റ് ചെയ്തത്, നമ്മൾ കുറച്ചും കൂടെ സോഫ്റ്റായിട്ടും കുറച്ചും കൂടെ, അതായത് നോർമൽ ഡ്രസ് ലെച്ചസ് എന്ന് പറയുന്നത് ഒരു ഡെസേർട്ടാണല്ലോ, മേ ബി അവരത് വിചാരിച്ചിട്ടായിരിക്കണം. അതായത് മിൽക്ക് നമ്മൾ സെപ്പറേറ്റ് ഒഴിച്ചാണ് സാധാരണ ഡ്രസ് ലെച്ചസ് കഴിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കേക്കിലോട്ട് ഡ്രസ് ലെച്ചസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം നമ്മൾ അത്രയും സോഫ്റ്റായിട്ടല്ല, അല്ലെങ്കിൽ അത്രയും സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ദൂരം ഡെലിവർ ചെയ്യണം. അതുപോലെ നോർമൽ കേക്ക്സ് അത്രയും ഭയങ്കര സോഫ്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾ എങ്ങനെയാണ് ഡ്രസ് ലെച്ചസ് ചെയ്യണേന്നുള്ളത്. സോ നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവരാദ്യം തന്നെ റീഫണ്ട് ചോദിച്ചു, നമ്മൾ റീഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളുടെ ലെഫ്റ്റ് ഓവറുള്ള കേക്ക് അവർ കൊടുത്തു വിടാമെന്നും പറഞ്ഞിട്ടോ. അപ്പം നമ്മളും വിചാരിച്ചത് എന്തായാലും നല്ല കാര്യമാണ്, നമുക്കും കേക്ക് എങ്ങനെയാണ് എന്താണ് പറ്റിയെന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. പക്ഷേ കസ്റ്റമറിനോട് നമ്മൾ കേക്ക് കൊടുത്തു വിടാൻ പറഞ്ഞപ്പോൾ അവരത് കൊടുത്തു വിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ല. ഫോട്ടോ അയച്ച് തന്നായിരുന്നു കേക്കിൻ്റെ, അതായത് കുറച്ച് കേക്ക് മാത്രം ഒരു ബോക്സിലാക്കി വെച്ചേക്കുന്ന ഫോട്ടോ അയച്ച് തന്നായിരുന്നു. പക്ഷെ ഒരു ഫോട്ടോ അയച്ചില്ല. പിന്നെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ഇടാൻ തുടങ്ങി കേട്ടോ. ഗൂഗിൾ റിവ്യൂ ഇങ്ങനെ ഡിലീറ്റ് ആക്കും, പിന്നെ ഇടും, പിന്നെ ഡിലീറ്റ്